വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് രേഖ രതീഷ് എന്ന നടിയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ചാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ആ യൂട്യൂബർമാരാണ്. പൊട്ടിക്കരഞ്ഞ് രേഖ രതീഷ്. ഒടുവിൽ സർക്കാർ ഇടപെടുകയാണ്. സൈബർ വേട്ടക്കാർക്കെതിരെ അടിയന്തര നടപടിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. നടിയുടെ മൊഴിയെടുക്കുന്നത് പരിഗണനയിൽ. ശക്തമായ നീക്കങ്ങൾക്കാണ് സർക്കാർ ഒരുങ്ങുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി ലീഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൈബർ വേട്ടയ്ക്കെതിരെ ആഞ്ഞടിച്ച് സീരിയൽ താരം രേഖ രതീഷ് രംഗത്ത് വരുമ്പോൾ ശക്തമായ നടപടികൾക്ക് സർക്കാർ ഒരുങ്ങുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഒരു കൂട്ടം യൂട്യൂബർമാർ നടത്തുന്ന തേജോവധം താങ്ങാനാവാതെ ജീവൻ പോലും അപകടത്തിലാണെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നടി രംഗത്തെത്തിയതോടെ സംഭവം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേഖ നടത്തിയ അപേക്ഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി ഇടപെടുകയാണ്. വിഷയത്തിൽ ഉടൻ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. രേഖയുടെ മൊഴിയെടുത്തേക്കും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനു വേണ്ടി തനിച്ചു പൊരുതുന്ന ഒരു അമ്മയുടെ ആത്മനൊമ്പരമാണ് രേഖയുടെ വാക്കുകളിൽ നിഴലിക്കുന്നത്. കഴിഞ്ഞ 9 മാസമായി ജോലിയില്ല. ഇതിനിടയിലാണ് 3 മാസത്തോളമായി രേഖയുടെ സ്വകാര്യ ജീവിതത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് ചില യൂട്യൂബ് ചാനലുകൾ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത്. മോശം ക്യാപ്ഷനുകൾ നൽകി അവർ ഇവരെ സമൂഹ മാധ്യമത്തിൽ നാണം കെടുത്തുകയാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി ഈ യൂട്യൂബർമാരായിരിക്കുമെന്നാണ് നടി വീഡിയോയിൽ വിതുമ്പിക്കൊണ്ട് പറയുന്നത്. തന്റെ കുടുംബത്തെയും സ്വകാര്യതയെയും ലേലം വിളിക്കുന്ന സൈബർ ക്രിമിനലുകൾക്കെതിരെ കൈകൂപ്പിക്കൊണ്ടാണ് താരം സഹായം തേടുന്നതും. രേഖ രതീഷ് 5ാം വിവാഹത്തിന് ഒരുങ്ങുന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വ്യാജ വാർത്തകളാണ് സൈബർ ആക്രമണം കടുക്കാൻ കാരണമായത്. അശ്ലീല ചുവയുള്ള കമന്റുകളും അധിക്ഷേപങ്ങളുമായി ഒരു സംഘം തന്നെ വേട്ടയാടാൻ തുടങ്ങിയതോടെ താരം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. ഇത്രയും കാലം മൗനം പാലിച്ചെങ്കിലും ഇനി സഹിക്കാനാവില്ലെന്നും താൻ നേരിടുന്ന ഈ ദുരനുഭവം മിനി സ്ക്രീനിലെ പല സഹപ്രവർത്തകർക്കും ഉണ്ടാവുന്നുണ്ടെന്നും രേഖ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. എന്നാൽ ആരുടെയും പേര് പറഞ്ഞിരുന്നില്ല. ഈ വീഡിയോ ഗൗരവത്തിലാണ് മുഖ്യമന്ത്രി എടുത്തതും. നടിയുടെ വീഡിയോ വൈറലായതോടെ സൈബർ പോലീസും ആഭ്യന്തര വകുപ്പും ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. വ്യക്തിഹത്യ നടത്തുന്ന ചാനലുകളെയും അക്കൗണ്ടുകളെയും കണ്ടെത്താൻ സൈബർ സെല്ലിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനിയൊരു കലാകാരിക്കും ഇത്തരമൊരു ഗതി ഉണ്ടാകരുതെന്ന രേഖയുടെ അപേക്ഷ കണക്കിലെടുത്ത് സോഷ്യൽ മീഡിയയിലെ ഈ അരാജകത്വത്തിന് കടിഞ്ഞാനിടാനാണ് സർക്കാരിന്റെ നീക്കം. നടി നൽകുന്ന മൊഴി നിർണായകവുമാകും. അത് പരിശോധിച്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് നീക്കവും. പോലീസ് ഉടൻ നടപടികളിലേക്ക് കടക്കുമെന്നാണ് കരുതുന്നത്. വീഡിയോ വൈറലായതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ വ്യക്തിഹത്യ നടത്തുന്നവർ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. സൈബർ സെല്ലിന്റെ പ്രത്യേക സംഘം ഇതിനോടകം തന്നെ രേഖയെ അപകീർത്തിപ്പെടുത്തിയ വീഡിയോകളും ചാനലുകളും നിരീക്ഷണത്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു. IT ആക്ട് പ്രകാരം കർശനമായ വകുപ്പുകൾ ചുമത്തി പ്രതികളെ ഉടൻ കൊടുക്കാനാണ് പോലീസിന്റെ നീക്കം. എന്തുതന്നെ ആയാലും ഒരിക്കലും ഇത്തരത്തിലൊരു ദുരനുഭവം ഒരു നടിക്കും ഉണ്ടാവാതിരിക്കട്ടെ. തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ആ യൂട്യൂബർമാർ തന്നെയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേഖ സതീഷ് പറഞ്ഞത് ഈ കേരള ജനത കേട്ടതാണ്. എന്തുതന്നെയായാലും സർക്കാർ ഇടപെടുകയാണ് ഈ വിഷയത്തിൽ. നാഷൻ ന്യൂസ് ലൈവ്. സത്യം, ചരിത്രം, വർത്തമാനം.